ഇനിയുള്ളത് മകരക്കൂറാണ്. ഉത്രാടത്തിൻ്റെ മുക്കാൽ, അതായത് 2, 3, 4 പാദങ്ങൾ ചേർന്നതും തിരുവോണവും അവിട്ടത്തിൻ്റെ 1, 2 പാദങ്ങൾ ചേർന്നതാണ് മകരക്കൂറ്. ഇവർക്ക് 7ലാണ് വ്യാഴം, അത് അനുകൂലമാണ്. കേന്ദ്രത്തിൽ വ്യാഴം വരുന്നത് അനുകൂലമാണ്. അതുകൊണ്ട് പാർട്ട്ണർഷിപ്പ് ബിസിനസ്സും മറ്റുമൊക്കെ നടത്തുന്നവർക്ക് അനുകൂലമാണ്. കമ്പൈൻഡായിട്ട് ചെയ്യുന്ന പ്രോജക്റ്റുകളോ ജോലിയിലോ ഒക്കെ വ്യാപൃതരായിട്ടുള്ളവർക്ക് ഒരുമിച്ച് ചേർന്ന് ചെയ്യുന്ന ജോലികൾ കൊണ്ട് അഥവാ സംരംഭങ്ങൾ കൊണ്ട് അവർക്ക് ലാഭം ഉണ്ടാകാം. അതുപോലെ അംഗീകാരങ്ങളും ഒക്കെ ഉണ്ടാകാം. അതുപോലെ തന്നെ പുതിയ കരാറുകളോ ഒക്കെ, പ്രത്യേകിച്ച് വിദേശത്തു നിന്നും ഉള്ള എൻക്വയറികളൊക്കെ വരാൻ ഒക്കെ സാധ്യതയുണ്ട്. പുതിയ ബന്ധങ്ങളും ബിസിനസ് ബന്ധങ്ങളും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ധനപരമായിട്ട് കൂടുതലാകുന്നില്ല എങ്കിലും സാമ്പത്തിക രംഗത്ത് ഒരു സ്ഥിരത കൈവരിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ പാർട്ട്നേഴ്സിൽ നിന്ന്, അതുപോലെ ജീവിത പങ്കാളിയിൽ നിന്ന്, ഭാര്യയിൽ നിന്ന് അഥവാ ഭർത്താവിൽ നിന്ന് കിട്ടാനുള്ള അഥവാ പ്രതീക്ഷിച്ചിട്ടുള്ള ധനം കിട്ടാനും ഇത് സമയം അനുകൂലമാണ്. കുടുംബത്തിൽ ദാമ്പത്യ ജീവിത കുറച്ചുകൂടെ ഒരു ഊഷ്മളമായിട്ടുള്ള ബന്ധം ഉണ്ടാകും. മുൻപുണ്ടായിരുന്ന ചില പരസ്പര ധാരണയില്ലായ്മ മുതലായിട്ടുള്ളവ പരിഹരിക്കാനും സഹകരണം കൂടാനും സാധ്യത കാണുന്നുണ്ട്. ആരോഗ്യപരമായിട്ട് അത്ര അനുകൂലമല്ല. സന്ധിവേദന, അതുപോലെ മുട്ടുവേദന, വാദസംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, ഇതൊക്കെ ഉള്ളവർ കുറച്ച് ശ്രദ്ധിക്കേണ്ടതാണ്. ആ രോഗങ്ങളുള്ളവർ അത് കൂടുതലാകാൻ സാധ്യതയുണ്ട്. അതില്ലാത്തവർക്കും ഈ തരത്തിലുള്ള വാദസംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ ജോയിൻറ്റ് പെയിൻ മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യത ഈ സമയത്ത് കാണുന്നുണ്ട്. പരിഹാരമായിട്ട് ശാസ്താക്ഷേത്രത്തിൽ ദർശനം നടത്തുക, എള്ള് പായസം നിവേദ്യം നടത്തുക, എള്ള് തിരികൊണ്ട് നീരാജനം നടത്തുക, ഇതൊക്കെ നല്ലതാണ്. സ്വയമേവ ഈ മന്ത്രങ്ങൾ ജപിക്കുക ഒക്കെ അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാക്കാം. തടസ്സങ്ങൾ മാറാനും നല്ലതാണ്.